എവറി സിസ്റ്റം, അതിപ്പോൾ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആയാലും ഒരു രാജ്യത്തിൻ്റെ ഡെമോക്രസി ആയാലും, ഐഡിയലി ഇറ്റ് ഷുഡ് വർക്ക് ഫൈൻ വിതൗട്ട് എനി എറേഴ്സ് ഓർ കറപ്ഷൻ. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് എറേഴ്സ് എന്തായാലും ഒക്കെ അറിയും. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ പറയാം, ഇന്ത്യൻ ഡെമോക്രസിയുടെ ഇപ്പോൾ ഇലക്ഷൻ കറപ്ഷൻ ഇപ്പോൾ ഒരു വാർത്തയാണ്. അത് ആൾക്കാരധികം ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ തന്നെയും അതൊരു സീരിയസ് അലിഗേഷനാണ്, രാജ്യത്തിൻ്റെ ത്രെറ്റാണ്, ശരിക്കും രാജ്യദ്രോഹ കുറ്റമാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പ്രോഗ്രാമും അതേപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് എറേഴ്സ് ഉണ്ടാവാം, അതേപോലെ പ്രോഗ്രാം ക്രാഷ് ചെയ്യാം. നമ്മൾ ഇങ്ങനെയുള്ള എറേഴ്സ് നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം സൈലൻ്റായിട്ട് അങ്ങ് ഡൈ ചെയ്യും. നമുക്കറിയത്തില്ല, എൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നമ്മൾ ആസ് എ ഡെവലപ്പർ നമ്മളൊരിക്കലും ഈ പറഞ്ഞ ഇങ്ങനെയുള്ള എറേഴ്സ് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം സൈലൻ്റായിട്ട് ഡൈ ചെയ്യാൻ അനുവദിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ എറേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഗ്രേസ്ഫുള്ളി ഹാൻഡിൽ ചെയ്യാം. അതിനുശേഷം പ്രോഗ്രാം ഷട്ട് ഡൗൺ ചെയ്യാം. സംടൈംസ് ബൈ അഡ്രസ്സിങ് ദം സെപ്പറേറ്റ്ലി ഓർ ഓൾ അറ്റ് വൺസ്. എല്ലാ എറേഴ്സിനും ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ എററും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുകയും ചെയ്യാം. നോർമൽ ഇലക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ നോർമൽ പ്രോഗ്രാംസ് പോലെ തന്നെയാണ്. സ്ട്രൈറ്റ് ഫോർവേഡാണ്. അതൊരു സർട്ടൺ ക്ലീൻ പാത്താണ് സാധാരണ ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഇലക്ഷൻ ക്യാമ്പയിൻസ് ഉണ്ടാകുന്നു, ഒരാളെ ഇലക്ട് ചെയ്യുന്ന പ്രൊസീജിയറിനകത്ത് കറപ്ഷൻ ഉണ്ടാവാറില്ല. അതിന് സാധാരണ ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് മതി. ഇഫ് ഒരു വോട്ട് എണ്ണുന്ന ഒരു താരതമ്യം എന്ന് വെച്ചാൽ ടോട്ടൽ പോപ്പുലേഷൻ വോട്ടെണ്ണൽ അറിയാലോ, നമ്മൾ ഈ പറഞ്ഞ കിട്ടിയ വോട്ടും ചെയ്ത വോട്ടും തമ്മിൽ വ്യത്യാസം വരുവാണെന്ന് നമുക്കറിയാം. എക്സ്പെക്റ്റഡ് ആണ് അവിടെ കറപ്ഷൻ നടന്നെന്ന് പറയാം. അതല്ല, സാധാരണ കറപ്ഷൻ നടക്കാത്ത ഇലക്ഷൻ എന്താണ്? സാധാരണ നമുക്കറിയാം, വോട്ട് പറഞ്ഞ കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആര് ജയിച്ചില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പം എന്നാൽ കറപ്ഷൻ ക്രീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം അറിയാം, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മാൾ പ്രാക്ടീസ് നടന്നിട്ടുണ്ട്, മോണിറ്ററിങ് എറേഴ്സ് നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് മിസ്യൂസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ പറഞ്ഞ റിപ്പോർട്ടിലൊക്കെ വരുന്നത്. അപ്പം ഇതൊന്നും എക്സെപ്ഷൻ കേസാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് വിപരീതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അതെന്ന് വെച്ചാൽ കറപ്ഷൻ ക്രീപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ എറേഴ്സ് കണ്ടുപിടിക്കണം. ആ എറേഴ്സിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കൽ വളരെ നിർബന്ധമാണ്. അവിടെയാണ് നമ്മൾ എറർ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഈ ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നികത്താൻ പറ്റാത്തൊരു സാധനമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എന്തുകൊണ്ട് എറർ വന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അത് യൂസറിന് കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയും വേണം. ബൈ ഹാൻഡ്ലിംഗ് എക്സെപ്ഷൻസ് വെരി വെൽ, we are not only protecting our systems, but also we are ensuring the truth is visible and integrity of the process is maintained. എന്ന് വെച്ചാൽ നമ്മളൊരിക്കലും എന്ത് സംഭവിച്ചു എന്നുള്ളത് ഹൈഡ് ചെയ്യാതെ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് എറർ വന്നതെന്നുള്ളത് കൃത്യമായിട്ട് യൂസർക്ക് പറഞ്ഞു കൊടുക്കുക. ഇൻസ്റ്റഡ് എങ്ങനെയാണ് ഒരു വേഗമായിട്ടൊരു ട്രേസ് ബാക്ക് കൊടുക്കുന്നതിനെക്കാളും നല്ലത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർക്ക് വീണ്ടും അത് മനസ്സിലാവുകയും പിന്നീട് അത് തെറ്റിദ്ധരുത്തിക്കൊണ്ട് വീണ്ടും കറക്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു പ്രോഗ്രാം റീറൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എറർ ഹാൻഡ്ലിംഗ് ആണ്. നമുക്ക് എങ്ങനെ എറർ ഹാൻഡിൽ ചെയ്യാം, എന്തൊക്കെയാണ് എറർ, കോമൺ എറേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്കൊരു എക്സെപ്ഷൻ റൈസ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ നമുക്കൊരു കസ്റ്റം എക്സെപ്ഷൻ എങ്ങനെ ഉണ്ടാക്കാം, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ എറേഴ്സ് ഉണ്ടാവാറുണ്ട്. ഒന്ന് നെയിം എററാണ്, രണ്ടാമത് നമുക്ക് ഇൻ കേസ് ഒരു സിൻറ്റാക്സ് എറർ ഉണ്ടാവാറുണ്ട്, അതേപോലെ തന്നെ നമുക്കൊരു സീറോ ഡിവിഷൻ സാധാരണ ഉണ്ടാകുന്ന എറേഴ്സ് ഉണ്ടാവാറുണ്ട്. സീറോ ഡിവിഷൻ എറർ, സിൻറ്റാക്സ് എറർ, നെയിം എറർ, കീ എറർ, ഇൻഡെക്സ് ഔട്ട് ഓഫ് എറർ, ഫയൽ നോട്ട് ഫൗണ്ട് എറർ, ഇതൊക്കെ സാധാരണ എന്ന് വെച്ചാൽ പൈത്തൻ്റെ ഇൻബിൽറ്റ് എറർ എക്സെപ്ഷൻസ് ആണ്. എന്ന് വെച്ചാൽ പൈത്തൻ അറിയാം നിങ്ങളിങ്ങനൊരു പൈത്തൻ എന്ന് വെച്ചാൽ സിൻറ്റാക്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെ യൂസർ ഇങ്ങനൊരു സാധനവും ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. ചിലപ്പോൾ അതും പ്രതീക്ഷിച്ചോ, അൺഎക്സ്പെക്റ്റഡ് ആണ്, പക്ഷേ എന്നിരുന്നാലും പ്രതീക്ഷിച്ചോളം എന്ന രീതിയിൽ അത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെയാണ് ഇൻബിൽറ്റ് എക്സെപ്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പൈത്തൻ്റെ തന്നെ ഇൻബിൽറ്റ് എക്സെപ്ഷൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്തിനാണ് വൈ ഡു വി നീഡ് എറർ ഹാൻഡ്ലിംഗ്, എന്തിനാണ് നമ്മൾ എറർ ഹാൻഡിൽ ഉപയോഗിക്കുന്നത്? അതിലൊന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മളിടുന്ന കോഡ് ഒരിക്കലും പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കരുത്. നമ്മളറിയാം ഹ്യൂമൻ ബീങ്സ് ഒരിക്കലും പെർഫെക്റ്റ് അല്ല, അവർക്ക് എന്തായാലും മിസ്റ്റേക്സ് വരാം. അപ്പോൾ ഹ്യൂമൻ ബീങ്സ് ഉണ്ടാക്കുന്ന കോഡും പെർഫെക്റ്റ് ഒന്നും ആയിരിക്കത്തില്ല. ഇറ്റ് ക്യാൻ കോസ് എറേഴ്സ്. എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് ഉണ്ടാവാം. എന്ന് വെച്ചാൽ നമ്മളൊരു ഫയൽ സെർച്ച് ചെയ്യുന്ന ഇത് മിസ്സിംഗ് ഫയൽ 404 ഉണ്ടാവാം. അതേപോലെ നമ്മുടെ യൂസർ ഇൻപുട്ട് സ്ട്രിങ് ആയിരിക്കും, ഇൻറ്റിജർ ചോദിക്കുന്ന സമയത്ത് സ്ട്രിങ് കൊടുക്കാം. നെറ്റ്വർക്ക് ഫെയിലിയേഴ്സ് അത് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, എപ്പോഴാണ് വരാമെന്ന് പറയാൻ പറ്റില്ല.
അതേപോലെ തന്നെ റോങ് ഡേറ്റ ടൈപ്പ്, യൂസർക്ക് അറിയാതെ എന്തെങ്കിലും അറിയാത്ത രീതിയിലുള്ള ഡേറ്റ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ സിസ്റ്റം അങ്ങനെ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെയുള്ള മിസ്റ്റേക്സും വരാം. കാരണം യൂസർ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ടാവത്തില്ല, യൂസർ എങ്ങനെയുള്ള ആളാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ വിതൗട്ട് ഹാൻഡ്ലിങ് ദീസ് കേസസ് പ്രോഗ്രാം ക്രാഷ് അബ്രപ്റ്റ്ലി ആൻഡ് യൂസേഴ്സ് ഗെറ്റ് അഗ്ലി സ്റ്റാക്ക് ട്രേസസ്. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ആ ട്രാക്ക് ട്രേസസ് ഉണ്ടല്ലോ, ഇങ്ങനെ ഓരോന്ന് ലൈൻ റെഫറൻസ് തന്നത് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ്, കൺട്രോൾഡ് ഫെയിലിയർ ഇസ് ബെറ്റർ ദാൻ അൺകൺട്രോൾഡ് ഫെയിലിയർ. നമ്മളെപ്പോഴും ഒരു ബൂം ഉണ്ടാവും, ഡൈ ചെയ്യുന്നതിന് മുമ്പ് പെട്ടെന്നൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് യൂസർക്ക് ഒരു ഫ്രണ്ട്ലി എറർ മെസ്സേജ് ഉണ്ടാക്കാം, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രോഗ്രാം ഫെയിലായി എന്നുള്ള റൂട്ട് കോസ് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ എറർ ഉണ്ടായത് ലോഗ് ചെയ്യാം, നമ്മുടെ ലോഗ് ഫയലിലേക്ക് ലോഗ് ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു ഓട്ടോമേഷൻ്റെ ഭാഗമായിട്ട് റൺ ചെയ്യുന്നതിനിടയ്ക്ക് എന്ത് എറർ വന്നിട്ടാണ് ഈ പറഞ്ഞ പ്രോഗ്രാം ക്രാഷ് ചെയ്യുന്ന എഴുതി വെക്കാം. പിന്നെ ഇൻ കേസ് ഒരു ഓപ്പറേഷൻ ഫെയിലായി, അത് രണ്ടാമത് വേണമെങ്കിൽ റീട്രൈ ചെയ്യാനുള്ള അവസരം കൊടുക്കാൻ പറ്റും ലൂപ്പിലൂടെ. അതുമല്ല ഗ്രേസ്ഫുള്ളി ഷട്ട് ഡൗൺ ആൻഡ് സേവ് ദ വർക്ക്. എന്ന് വെച്ചാൽ ഒരു ഫയൽ അവസാനത്തിൽ സേവ് ചെയ്തില്ലെങ്കിൽ കറപ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ അതിനെ ഗ്രേസ്ഫുള്ളി ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം ഫയൽ അല്ലെങ്കിൽ കണക്ഷൻ കൃത്യമായിട്ട് ക്ലോസ് ചെയ്ത് വർക്ക് ക്ലോസ് ചെയ്യാം. മൂന്നാമത്തെ കാര്യം, മെയിൻറ്റെയിൻ ദ പ്രോഗ്രാം ഫ്ലോ. നമ്മളുടെ എറർ ചില സമയത്ത് ഫെയ്റ്റിൽ ഉണ്ടാവത്തില്ല. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാം ഓക്കെ ജസ്റ്റ് സ്കിപ്പ് ദ സ്റ്റെപ്പ് ആൻഡ് കണ്ടിന്യൂ. ആ സ്റ്റെപ്പ് നടന്നില്ലെങ്കിലും പിന്നീട് വേണമെങ്കിൽ റീട്രൈ ചെയ്യാവുന്നുള്ളൂ. അപ്പം പ്രോഗ്രാമിൻ്റെ ഫ്ലോ ഒരിക്കലും ക്രാഷ് ചെയ്യാതെ പ്രോഗ്രാം ഫ്ലോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. എന്നാൽ തന്നെ ഈ എററിനെ എക്സെപ്ഷനായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് അതിനൊരു സറ്റിലായിട്ട് മാറ്റി വെച്ചുകൊണ്ട് വീണ്ടും പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നാലാമത്തെ കേസ്, സെപ്പറേറ്റ് നോർമൽ ലോജിക് ഫ്രം ദി എറർ ഹാൻഡ്ലിംഗ് ലോജിക്. ഇത് ഈ പറഞ്ഞ ട്രൈ എക്സെപ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ സെപ്പറേഷനാണ്. നമ്മൾ എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു, വാട്ട് വി എക്സ്പെക്ട് ടു ഹാപ്പൻ ആൻഡ് വാട്ട് ടു ഡു ഇഫ് ഇറ്റ് ഡിസൻറ്റ്. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു എറർ ഉണ്ടാകും, ആ എക്സ്പെക്റ്റേഷൻ നമുക്ക് വേണമെങ്കിൽ ഹാൻഡിൽ ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ മറ്റൊരു ഇപ്പോൾ എക്സെപ്ഷൻ കേസ് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അടുത്ത പ്രോഗ്രാമിനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് ബാക്കിയുള്ള ഒരു ഫൈനൽ പ്രൊസീജിയർ ചെയ്ത് നമുക്ക് പ്രോഗ്രാം ഷട്ട് ഡൗൺ ചെയ്യാം. എറർ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞത് ഒരു റെസീലിയൻസ് ആണ്, ഒരു ചെറുത്തുനിൽപ്പാണ്. കീപ്പിംഗ് ദ പ്രോഗ്രാം യൂസ്ഫുൾ വെൻ സംതിങ്സ് ഗോസ് റോങ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിരുന്നാൽ തന്നെയും നമ്മൾ ആ പ്രശ്നത്തെ മാത്രം മാറ്റി വെച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാധനമാണ് ഈ പറഞ്ഞ എറർ ഹാൻഡ്ലിംഗ്. രണ്ടാമത്തെ ചോദ്യം, ഷുഡ് ഡെവലപ്പേഴ്സ് നോ ഓൾ ദി എക്സെപ്ഷൻസ്. അതിൻ്റെ ആവശ്യമില്ല, എല്ലാ എക്സെപ്ഷനും നിങ്ങൾ അറിയണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ ഓരോ എക്സെപ്ഷൻ തരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് എക്സെപ്ഷൻ വന്നെന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. കാരണം പൈത്തൺ ഒരുപാട് ഇൻബിൽറ്റ് എക്സെപ്ഷൻസ് ഉണ്ടാകും. എക്സെപ്ഷൻസിൻ്റെ പറയില്ല, സിൻറ്റാക്സ് എറർ, നെയിം എറർ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ വരുന്ന എറർ. അപ്പോൾ നമുക്ക് ഒറ്റനോടെ തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് എക്സെപ്ഷൻ വന്നെന്നുള്ളത്. ആസ് എ ഡെവലപ്പർ യു ഷുഡ് നോ കോമൺ ബിൽറ്റ് ഇൻ എറേഴ്സ്. അറിയാലോ സാധാരണ എന്തിൻ്റെ എററാണെന്ന് ഒറ്റ നോട്ടത്തിൽ കഴിഞ്ഞാൽ മനസ്സിലാവണം, അത് പെട്ടെന്ന് ഫിക്സ് ചെയ്യാൻ പറ്റണം. പിന്നെ നോ ഡൊമൈൻ സ്പെസിഫിക് വൺസ്. അതായത് നമുക്ക് ഇപ്പം നമുക്കിനി മൊഡ്യൂൾസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ SQLൻ്റെ മൊഡ്യൂൾ ഉണ്ട്, ഇനി റിക്വസ്റ്റ് മൊഡ്യൂൾസ് ഉണ്ട്, ബോട്ട് ഓഫ് 3 ഉണ്ട്, അങ്ങനെ കുറേ മൊഡ്യൂൾസ് വരുമ്പോൾ മൊഡ്യൂൾസിന് സെപ്പറേറ്റ് എക്സെപ്ഷൻസ് ആയിരിക്കും. അതെങ്ങനെ കോൾ ചെയ്യണം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇൻ കേസ് ഒരു എക്സെപ്ഷൻ വരുവാണെങ്കിൽ നിങ്ങൾ കസ്റ്റം എക്സെപ്ഷൻ എഴുതുന്നതിന് പകരമായിട്ട് ഓൾറെഡി ആ മൊഡ്യൂളിനകത്ത് എക്സെപ്ഷൻസ് ഉണ്ട്, ആ എക്സെപ്ഷൻസിനെ മാത്രം എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഈ പറഞ്ഞ ഡൊമൈൻ സ്പെസിഫിക് വൺസ് ഉപയോഗിക്കണമെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ലൈൻസ് ഓഫ് കോഡ് എഴുതും. പിന്നെ അതുപോലെ തന്നെ ക്രിയേറ്റ് യുവർ ഓൺ കസ്റ്റം എക്സെപ്ഷൻസ് ഫോർ റീഡബിലിറ്റി ഇൻ ബിസിനസ് ലോജിക്സ്. ചില ബിസിനസ് ലോജിക്കുകൾ കസ്റ്റമായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബിസിനസ് ലോജിക്ക് അനുസരിച്ച് ഇപ്പം ഞാനൊരു വാട്സപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന് സെപ്പറേറ്റ് എറർ ഉണ്ടാവും. അത് ചിലപ്പം യൂസറിൻ്റെ പ്രൊഫൈല് കാണുന്നുണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് യൂസർ നോട്ട് ഫൗണ്ട് എന്ന്, യൂസർ പ്രൊഫൈൽ നോട്ട് ഫൗണ്ട് എന്നുള്ളത് കസ്റ്റം എക്സെപ്ഷൻസ് വേണ്ടി വരും. അത് നിങ്ങളുടെ കസ്റ്റം ബിസിനസ് ലോജിക്കായിരിക്കും. അതിനും പൈത്തണിൽ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള എക്സെപ്ഷൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും, റേസ് ചെയ്യാനും പറ്റും. ഇനി അടുത്ത എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ സിൻറ്റാക്സ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ബ്ലോക്സ് നോക്കാം. നമുക്കറിയാം സ്വീറ്റ് ഓഫ് കോഡ് എന്ന് പറഞ്ഞാൽ ബ്ലോക്സ് ഓഫ് കോഡാണ്. എന്ന് വെച്ചാൽ ഇൻഡൻറ്റേഷൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഓരോ ഇൻഡൻറ്റേഷൻ ബ്ലോക്കിലും ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് അണ്ടർ സർട്ടൻ ബ്ലോക്കിലായിരിക്കും. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നാല് ബ്ലോക്കേ ഉള്ളൂ. ഒന്ന് ട്രൈ, രണ്ടാമത് എക്സെപ്റ്റ്, പിന്നുള്ളത് എൽസ് ആൻഡ് ദെൻ ഫൈനലി. അപ്പോൾ 4 ബ്ലോക്സാണ് നമ്മളുടെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൽ പ്രധാനമായിട്ട് വേണ്ടത്. അതിൽ പറഞ്ഞ ട്രൈ ബ്ലോക്ക് നിർബന്ധമാണ്. കാരണം നിങ്ങൾ എക്സെപ്ഷൻസ് റൈസ് ചെയ്യുന്ന ബ്ലോക്കാണ് ട്രൈ ബ്ലോക്ക്. ബാക്കിയുള്ള ബ്ലോക്കുകളൊന്നും വലിയ നിർബന്ധമില്ല. എന്നിരുന്നാൽ തന്നെ ട്രൈ ബ്ലോക്ക് എഴുതി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് കൊണ്ട് നിർത്തിയിരിക്കണം. ഒന്നെങ്കിൽ എക്സെപ്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എൽസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫൈനലി ഉപയോഗിക്കാം. ഏതെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ട്രൈ ബ്ലോക്ക് എടുക്കുകയാണ്. ട്രൈ ബ്ലോക്കിൽ ഞാൻ പറയുന്നു
ഇപ്പോൾ ഒരു എക്സെപ്ഷൻ എടുക്കുന്നു, ഞാൻ ഈ പറഞ്ഞ ഇവാലുവേഷൻ എക്സെപ്ഷൻ എടുക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ട്രൈ ബ്ലോക്ക് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ട്രൈ ബ്ലോക്കിൽ വേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കുകയാണ്. പ്രോഗ്രാം പറയുന്നു സിൻടാക്സ് എറർ ആണ്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എക്സെപ്റ്റ് ഓർ ഫൈനലി ബ്ലോക്ക്. ഏതെങ്കിലും ഒരു ബ്ലോക്കിൻ്റെ കൂടെ, ട്രൈ ബ്ലോക്കിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് എഴുതണം, അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ക്രാഷ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമായിട്ട് ഞാൻ എൽസ് എഴുതുകയാണ്. അപ്പോൾ എൽസിനകത്ത് പറയുന്നതാണ് ഡൺ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോഴും പ്രോഗ്രാം പറയുന്നു എക്സെപ്റ്റ് ഓർ ഫൈനലി ബ്ലോക്ക് വേണം ട്രൈയുടെ കൂടെ. ട്രൈ എന്ന് പറഞ്ഞാൽ ഒരു ശ്രമം നടത്തി നോക്കുകയാണ്. ശ്രമം നടത്തി പാളിക്കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ശ്രമം വിജയിച്ചാലാണ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യുക. എക്സെപ്റ്റോ ഫൈനലിയോ നിങ്ങൾ ട്രൈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുവാണെങ്കിൽ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഇതാണ് എൻ്റെ ടേക്ക് അവേ. അപ്പം ഞാൻ പറയുകയാണ് എക്സെപ്റ്റ് എന്താണ്. അപ്പോൾ എന്താണ് എക്സെപ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഫൈനലി അങ്ങ് പറഞ്ഞു നിർത്താം, അതാകുമ്പോൾ എളുപ്പമുണ്ട്. അപ്പോൾ ഓരോ ബ്ലോക്കും എന്താണ് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമതെന്ന് വെച്ചാൽ ട്രൈ ബ്ലോക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാപ്സ് എ കോഡ് ദാറ്റ് മൈറ്റ് റൈസ് ആൻ എക്സെപ്ഷൻ. ഒരു പ്രശ്നം റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലോക്കാണ് ട്രൈ ബ്ലോക്ക്. എന്ന് വെച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്യുന്നു, ഇറ്റ് ക്യാൻ കോസ് ആൻ എക്സെപ്ഷൻ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കോഡ് നിങ്ങൾ എഴുതേണ്ടത് ട്രൈ ബ്ലോക്കിനകത്താണ്. ഇൻ കേസ് എക്സെപ്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ എൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യും. എന്ന് വെച്ചാൽ റൺസ് ഓൺലി ഇഫ് ദ ട്രൈ ബ്ലോക്ക് ഡിഡ് നോട്ട് റൈസ് ആൻ എക്സെപ്ഷൻ. പ്രശ്നമൊന്നും ഇല്ലാതെ ഇലക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എൽസ് ബ്ലോക്കിൽ പറയും ഓക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇലക്ഷൻ സെലിബ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ട്സ് ഔട്ട് ചെയ്യാമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ട്രൈ ബ്ലോക്കിലുള്ള സാധനം സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുവെങ്കിൽ മാത്രമേ എൽസ് ബ്ലോക്ക് റൺ ചെയ്തുള്ളൂ. അതല്ല, ട്രൈ ബ്ലോക്ക് റൺ ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഒരു കറപ്ഷൻ വന്നു, എറർ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, എറർ എക്സെപ്ഷനിൽ ഹാൻഡിൽ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ക്രാഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് ക്രാഷ് ചെയ്യുന്നത് മനസ്സിലാവത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സെപ്ഷൻ കൊടുക്കണം. എക്സെപ്ഷൻ എങ്ങനെ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ചെല്ലാം കൂടെ നിങ്ങൾ എക്സെപ്ഷൻ ക്യാച്ച് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഓരോ എക്സെപ്ഷനെയും ക്യാച്ച് ചെയ്യാം. അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ നോക്കാം. ഞാനിതങ്ങ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എന്താണ് നോക്കുന്നത്, ഇവാലുവേഷൻ, അതായത് പ്രിൻറ്റ് ഹലോയുടെ ഇവാലുവേഷൻ. ഇത് സിൻടാക്സ് കറക്റ്റ് ആണോ എന്നുള്ള ഇവാലുവേഷൻ ചെക്ക് ചെയ്യാണ് ഇവാൽ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ എന്താ ഒരു മിസ്സിംഗ് കോട്ട്, ഒരു സിംഗിൾ കോട്ട് കൊടുത്തു, എൻ്റെ കൂടെ ഇതിന് ഡബിൾ കോട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു കോട്ടിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതെന്തായാലും സിൻടാക്സ് പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനൊരു സിൻടാക്സ് എറർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ പ്രോഗ്രാം ക്രാഷ് ചെയ്യും. ഉദാഹരണം, ഞാനിപ്പം എക്സെപ്റ്റ് ബ്ലോക്ക് ഒഴിവാക്കുകയാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഫൈനലി എന്ന് പറഞ്ഞ ബ്ലോക്ക് ഉണ്ടാക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏതെങ്കിലും ഒരു ബ്ലോക്ക് മതി. പ്രിൻറ്റ് ഹലോ കണ്ടോ, ഇവിടെ നമുക്കൊരു എറർ വന്നു, സിൻടാക്സ് എറർ വന്നു. അപ്പോൾ നമുക്കറിയാം, എക്സ്പെക്റ്റ് ചെയ്തിരുന്നു സിൻടാക്സ് എറർ വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അതെന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു വൃത്തിയായിട്ട് രീതിയിലുള്ള മെസ്സേജ് തിരിച്ചു വന്നു. കാരണം നമുക്ക് ട്രേസ് ബാക്ക് ചെയ്യണം. ഡിറ്റക്റ്റഡ് ലൈൻ നമ്പർ 1 പോയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലൈൻ നമ്പറിലേക്ക് പോകുന്നു. അതിനുശേഷം എന്താ ലൈൻ നമ്പർ 15 പ്രശ്നമുണ്ട്. ആ 15 എന്താണ്, ഈ പറഞ്ഞ ഹലോയിലൊരു കോട്ട് മിസ്സിംഗ് ആണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അൺടെർമിനേറ്റഡ് സ്ട്രിംഗ് ലിറ്ററൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാമർ അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് മനസ്സിലാവത്തില്ല, എന്താണ് ഈ പറഞ്ഞതെന്ന് മനസ്സിലാവത്തില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഗ്രേസ്ഫുൾ ഷട്ട് ഡൗൺ ആണ്. നമ്മൾ റൂട്ട് കോസ് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ യൂസർക്ക് വീണ്ടും തിരിച്ചൊന്ന് കറക്റ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ എക്സെപ്ഷൻസ് ഒന്നും ക്യാച്ച് ചെയ്തില്ല. അതായത് ഈ ഇലക്ഷൻ വന്നു, ഇലക്ഷനകത്ത് എന്തോ ഒരു കറക്ഷൻ വന്നു, ഇലക്ഷൻ റിസൾട്ടിനകത്ത് ട്വീക്ക് നടത്തി പൊളിഞ്ഞു. പക്ഷേ റൂട്ട് കോസ് എന്തിൻ്റെ പേരിലാണ് ഇലക്ഷൻ റിസൾട്ടിനകത്ത് ഈ പറഞ്ഞ കറപ്ഷൻ വന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. റൂട്ട് കോസ് അറിയത്തില്ല എങ്കിൽ നിങ്ങളുടെ സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേസ്ഫുൾ ഷട്ട് ഡൗൺ അല്ല, നിങ്ങളൊരു ക്രാഷാണ്, ബൂമാണ്. സാധനം ഇവിടെ പോയി ഇടിച്ചു, പക്ഷേ നിങ്ങൾക്ക് റൂട്ട് കോസ് അറിയത്തില്ല. എന്ന് വെച്ചാൽ പറഞ്ഞില്ല, ബ്ലാക്ക് ബോക്സ് ഒന്നുമില്ല, നോ റൂട്ട് കോസ്. അപ്പോൾ ഇങ്ങനെ ഇടുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ പ്രോഗ്രാം ഇടുമ്പോൾ നിങ്ങൾ ആസ് എ ഡെവലപ്പർ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്താണ് ഇതിലൂടെ വരാൻ പോകുന്ന എക്സെപ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. യൂസർ എന്ത് കൊടുത്താലാണ് ഈ പറഞ്ഞ സാധനം സിൻടാക്സ് എറർ ഉണ്ടാവുന്നത് എങ്കിൽ ആ സിൻടാക്സ് എററിനെ ക്യാച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് എക്സെപ്ഷൻസ് ഇടുന്നത്. അപ്പോൾ എക്സെപ്ഷൻസിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്, എക്സെപ്റ്റ് എന്താണ്, നെയിം ഓഫ് ദി എറർ, നെയിം ഓഫ് ദി എറർ. എന്ത് എററാണോ നിങ്ങൾ എക്സെപ്ഷനിൽ ക്യാച്ച് ചെയ്യാൻ നോക്കുന്നത്, അല്ല ട്രൈ ബ്ലോക്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതിന് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ അതിനെ ക്യാച്ച് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം ക്രാഷ് ചെയ്യും. അപ്പം ആ എററിൻ്റെ പേര് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ടേക്ക് എലക്ഷൻ, ഒരു ഫംഗ്ഷൻ വേണമെങ്കിൽ കോൾ ചെയ്യാം, റീപോൾ. അങ്ങനെ ഒരു ഫംഗ്ഷൻ വിളിച്ചുകൊണ്ട് വീണ്ടും ആ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാം. വീണ്ടും എന്ത് ചെയ്യാം, ഒരു ലൂപ്പിലൂടെ കൊടുത്തുകൊണ്ട് ആ സിസ്റ്റം വീണ്ടും ഒന്നുകൂടെ എന്താ പറയുക ക്ലിയർ ആക്കി എടുക്കാം.
അപ്പോൾ എക്സെപ്ഷൻസിൻ്റെ സിൻറ്റാക്സ് ഇത്രയേ ഉള്ളൂ. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ കീവേഡ് ഉണ്ടാവും, അതിനുശേഷം എന്താണോ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന എറർ, ആ എററിനെ മെൻഷൻ ചെയ്യുന്നു. അത് ഇൻ കേസ് നിങ്ങൾക്ക് ആ എറർ മെസ്സേജ് മൊത്തത്തിൽ കാണണമെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ ഒരു ഏലിയാസ് എന്ന് വിളിക്കുന്നു. എന്ന് വെച്ചാൽ സാഗർ, ഏലിയാസ്, ജാക്കി അതുപോലെ സാഗർ അല്ലെങ്കിൽ ജാക്കി. അപ്പം സിൻറ്റാക്സ് എററിനെ എന്ത് ചെയ്യുന്നു, എന്ന് പറയുന്ന ഒരു സ്മോൾ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് സിൻറ്റാക്സ് എറർ ഡോട്ട് മെസ്സേജ് എന്ന് വിളിക്കുന്നതിനെക്കാട്ടും നല്ലത് ഡോട്ട് മെസ്സേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് ഏലിയാസിംഗ് എന്ന് വിളിക്കുന്നത്. നമ്മളിനി മൊഡ്യൂൾസിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കൂടുതൽ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് എന്ത് മെസ്സേജാണോ നമുക്ക് വന്നത് ആ മെസ്സേജ് വേണമെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ക്രാഷ് മെസ്സേജ് മാത്രമല്ല, നിങ്ങൾക്ക് എന്താണോ ആ മെസ്സേജിനകത്തൂടെ കിട്ടുന്ന റെസ്പോൺസ് എന്താണ്. നേരത്തെ നമുക്കൊരു ക്രാഷ് എറർ വന്നില്ലായിരുന്നു, നമുക്കറിയാം, അൺടെർമിനേറ്റഡ് ലിറ്റിൽ സ്ട്രിങ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ മെസ്സേജ് തന്നെ നമുക്ക് വേണമെങ്കിൽ യൂസർക്ക്, ഇപ്പം ടെക്നിക്കൽ യൂസർ ആണെങ്കിൽ അയാൾക്ക് മനസ്സിലാവും. അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറയാം ദി സ്ട്രിങ് ഈസ് നോട്ട് കംപ്ലീറ്റ് വിത്ത് കോട്ട്. അപ്പോൾ നമുക്ക് ഒരു കസ്റ്റം മെസ്സേജ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസ് യൂസറെ എഡ്യൂക്കേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഈ പറഞ്ഞ കോഡ്സ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ പ്രശ്നം വന്നതെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എക്സെപ്റ്റ് ബ്ലോക്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്ന എക്സെപ്ഷൻ അത് ആഡ് ചെയ്ത് കൊടുക്കാം. പരിപാടി കഴിഞ്ഞു. ഇനി ഫൈനലി എന്ന് പറഞ്ഞാൽ കണ്ടോ, ഡൺ എന്ന് പറഞ്ഞ സാധനം കണ്ടോ അവിടെ. ആ ഫൈനലി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ ട്രൈ ബ്ലോക്കിൽ എറർ വന്നു, എറർ വന്നത് എക്സെപ്ഷനിൽ ഹാൻഡിൽ ചെയ്തു, അതിനും ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ എൽസ് ബ്ലോക്ക് റൺ ചെയ്തു എന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല. ഫൈനലി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവസാനത്തെ ക്ലീനപ്പ് പ്രൊസീജിയറാണ്. നിങ്ങൾ ശരിയായിട്ട് നടന്നാലും ഇല്ലെങ്കിലും ഫൈനലി ബ്ലോക്ക് റൺ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഫൈനലി ബ്ലോക്ക് എന്ന് പറഞ്ഞത് എക്സെപ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞത് എക്സെപ്ഷൻസ് ക്യാച്ച് ചെയ്യുകയും ഏതെങ്കിലും ഒരു തരത്തിലുള്ള എക്സെപ്ഷൻ എറർ ആണെങ്കിൽ അതിൻ്റെ ബാക്കി ആൾട്ടർനേറ്റീവ് കോഡ് എന്താണെന്ന് വെച്ചാൽ റൺ ചെയ്യും. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ പ്രോഗ്രാം ഫ്ലോ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ ആഗ്രഹമില്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് എക്സെപ്ഷൻ ആൻഡ് യു ക്യാൻ സ്കിപ്പ് ഇറ്റ്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ എക്സെപ്ഷൻ ബ്ലോക്കിലൂടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എറർ ടൈപ്സ് വേണമെങ്കിൽ നമുക്ക് ക്യാച്ച് ചെയ്യാം. എൽസ് ബ്ലോക്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൺസ് ഓൺലി ഇഫ് ദ ട്രൈ ബ്ലോക്ക് ഡിഡ് നോട്ട് റൈസ് എൻ എക്സെപ്ഷൻ. എന്ന് വെച്ചാൽ ട്രൈ ബ്ലോക്കിൽ ഒരു കോഡ് എഴുതി, അപ്പോൾ ഞാൻ ഇവിടുത്തെ എന്താ എക്സെപ്ഷൻ എറേസ് ചെയ്യാണ്. ഇനിയിപ്പോൾ എറർ ഉണ്ടാവത്തില്ല, കാരണം നമ്മൾ കോഡ് കൊണ്ട് നിർത്തി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ലൈനിൽ എഴുതേണ്ടതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഒരു എൽസ് ബ്ലോക്ക് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പറയാണ് പ്രിൻറ്റ് സക്സസ്ഫുൾ എക്സിക്യൂഷൻ. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ട്രൈ ബ്ലോക്കിൽ എക്സെപ്ഷൻ ഉണ്ടായില്ല. കാരണം എന്താ, നമ്മൾ സിൻറ്റാക്സ് കറക്റ്റായിട്ട് എഴുതി. അപ്പോൾ എന്ന് വെച്ചാൽ ആ സിൻറ്റാക്സ് പ്രോബ്ലം ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ പറഞ്ഞ എക്സെപ്ഷൻ ബ്ലോക്ക് റൺ ചെയ്തില്ല, കാരണം അങ്ങനെ എറർ ഉണ്ടായിട്ടില്ല. സോ ഇറ്റ് വോണ്ട് ക്യാച്ച് ദാറ്റ് എറർ. ഇപ്പം നോക്കിയാൽ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ മെസ്സേജ് കാണുന്നില്ല, ദ സ്ട്രിങ് ഈസ് നോട്ട് കംപ്ലീറ്റ് വിത്ത് കോട്ട്. ഈ ഒരു സാധനം കാണുന്നില്ല, കാരണം എന്ത് ചെയ്തു, നമ്മൾ സിൻറ്റാക്സിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല. സോ എക്സ്പെക്റ്റഡ് ആണ്, ഇറ്റ്സ് ഓക്കെ, സിൻറ്റാക്സ് കറക്റ്റ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, എൽസ് ബ്ലോക്കിൽ എന്ത് ചെയ്തു, ട്രൈ ബ്ലോക്കിലെ കോഡ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് കൊണ്ട് എൽസ് ബ്ലോക്ക് റൺ ചെയ്യും. എന്ന് വെച്ചാൽ എന്ത് ചെയ്തു, നമുക്ക് എന്ത് ചെയ്തു, ഈ പറഞ്ഞ ആദ്യത്തെ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം റൺ ചെയ്തു, കാരണം അത് സക്സസ്ഫുൾ എക്സിക്യൂഷൻ ആയിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, എൽസ് ബ്ലോക്കിൽ പറയുന്നു ആഫ്റ്റർ സക്സസ്ഫുൾ എക്സിക്യൂഷൻ എൽസ് ബ്ലോക്ക് ഷുഡ് റൺ സക്സസ്ഫുൾ എക്സിക്യൂഷൻ ആയിരുന്നു. അതിനുശേഷം ഫൈനലി പറയാണ് ഓക്കെ ഐ ആം റാപ്പിംഗ് അപ്പ് ദ പ്രോഗ്രാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രയോജനമുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഈ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെ അല്ലേ എന്ന് ചോദിക്കും. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിൽ നിങ്ങൾ സർട്ടൺ എറർ ക്യാച്ച് ചെയ്യുന്നില്ല, എററിനെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നില്ല, അത് നിങ്ങൾ കണ്ടീഷൻ എഴുതി അങ്ങ് പോവുകയാണ്. അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ഉണ്ട്, എന്താണ് എപ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഫൈനലി ബ്ലോക്ക് ഉണ്ട്, റൺസ് നോ മാറ്റർ വാട്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നത് പ്രശ്നമല്ല. ഫൈനലി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഫോർ ക്ലീനപ്പ്, അവസാനത്തെ ക്ലീനപ്പ് പ്രൊസീജിയറിന് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ നിങ്ങളൊരു ഡി ബിയിലേക്ക് ഒരു കണക്ഷൻ റിക്വസ്റ്റ് കൊടുത്തു, ഡി ബി എക്സിക്യൂഷൻ ക്വയറീസ് കൊടുത്തു, പക്ഷേ ക്വയറീസ് എക്സിക്യൂട്ട് ആയതില്ല, ട്രൈ ബ്ലോക്കിൽ ഒരു എക്സെപ്ഷൻ വന്നു. ചിലപ്പം ക്വറി കറപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എസ്ക്യൂഎലിൻ്റെ എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ ആയിരിക്കാം. ആ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തു, അതിനുശേഷം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വറി റൺ ചെയ്തില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുള്ളി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഫൈനലി ബ്ലോക്കിലേക്ക് വന്നിട്ട് പറയും ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണക്ഷൻ ക്ലോസ് ചെയ്തോളൂ, ഫയൽസ് എല്ലാം ക്ലോസ് ചെയ്തോളൂ, സിസ്റ്റം ഗ്രേസ്ഫുള്ളി ഷട്ട് ഡൗൺ ചെയ്യാൻ പോവാണ്. അതിനുശേഷം കൃത്യമായിട്ട് ലോഗ് ചെയ്തതിന് ശേഷം പറയുന്നു ഓക്കെ ക്ലോസ് ദ കണക്ഷൻ. അതിനാണ് ഈ പറഞ്ഞ ഫൈനലി ബ്ലോക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ഒരു ക്ലീനപ്പ് പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ ഓൾവേസ് യൂസ് ഫൈനലി ടു ഗ്രേസ്ഫുള്ളി ഷട്ട് ഡൗൺ ദ പ്രോഗ്രാം വിതൗട്ട് എനി കറപ്ഷൻ.
നമ്മൾ എപ്പോഴാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അതായത് റൂൾ ഓഫ് തമ്പ് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെൻ ഹാൻഡ്ലിങ് സംതിങ് യു എക്സ്പെക്റ്റ്, നിങ്ങളൊരു സർട്ടൻ പ്രശ്നം, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വോട്ട് റിക്വയർഡ് മെജോറിറ്റിയെക്കാട്ടിലും കുറവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ തവണ വോട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ സെക്കൻഡ് പോളിംഗ് വേണം. എന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് സിറ്റുവേഷനാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മെജോറിറ്റി ആവാത്തതുകൊണ്ട് എന്ത് ചെയ്യും, വീണ്ടും നിങ്ങൾ റീ ഇലക്ഷൻ വെക്കേണ്ടി വരും. ആ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക 50-50 ചാൻസിലേക്ക് പോകുകയാണെങ്കിൽ എന്തെങ്കിലും അതറിയാലോ. നിങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ വരികയാണ്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട റൂൾസ് ഇതിനോട്ട് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. എന്നാൽ അൺഎക്സ്പെക്റ്റഡ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇഫ് ബാലറ്റ് ബോക്സസ് ഗോ മിസ്സിംഗ്, എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു സാധനം, അങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിന്. അപ്പോൾ അങ്ങനെയാണ് കറപ്ഷൻ എക്സെപ്ഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ഫെയിലിയർ ആണ്. സോ യു ഹാവ് ടു ഹാൻഡിൽ സെപ്പറേറ്റ്ലി. ചിലപ്പോൾ അതിനൊരു നിയമ സംവിധാനം ഉണ്ടാവണം. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കറപ്ഷൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള റൂട്ട് കോസ് കൊണ്ടുപിടിക്കണം. ആ റൂട്ട് കോസിനനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കണം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എക്സെപ്ഷൻ ഹാൻഡിൽ ഉപയോഗിക്കണം. നോർമൽ കൺട്രോൾ ഫ്ലോ ആണെങ്കിൽ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം എന്താണ്, എക്സെപ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ, എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞ സാധനം വളരെ സ്ലോ ആണ്. കാരണം കുറേ ചെക്കുകളും ക്ലാസ് എക്സിക്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ട് കൂടുതലും ഉപയോഗിക്കാതിരിക്കുക. ഈ പറഞ്ഞ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം, എക്സെപ്ഷണലായിട്ടുള്ളൊരു ഹാൻഡ്ലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുക ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ഒരുപാട് സമയം എടുക്കും എക്സിക്യൂട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇലക്ഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇത് നോക്കണ്ട, ഇതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചു വരാം കേട്ടോ. ഈ പറഞ്ഞ ആദ്യത്തെ 13 മുതൽ ബാക്കിയുള്ള ലൈൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രൈ എക്സ് ബ്ലോക്കാണ്. അതെന്ന് പറഞ്ഞത് ട്രൈയിൽ പറയുന്നു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യൂ. അപ്പോൾ എന്താ, ഇലക്ഷൻ കണ്ടക്ട് ചെയ്ത് ഇലക്ഷൻ ഓക്കെയാണ്, കറപ്ഷൻ ഫ്രീ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇലക്ഷൻ സക്സസ്ഫുൾ ആൻഡ് ക്ലീൻ എൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. സോ ഇലക്ഷൻ വിൽ ബാക്കി സമാധാനപരമായിട്ട് തീരും, സെലിബ്രേറ്റ് ചെയ്യാം. അതിനുശേഷം എന്താണ്, ഫൈനലിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നി, അതായത് പോളിങ്ങിനകത്ത് സമയം കൂടിപ്പോയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പ്രോസസ്സ് റീഫോം ചെയ്യാനുള്ള അവസരമാണ് ഈ പറഞ്ഞ ഫൈനലിൽ. നിങ്ങൾ എന്ത് ചെയ്യും, കീ ടേക്ക് അവേസ് എടുക്കും, അതിൻ്റെ ആക്ഷൻ ഐറ്റംസ് എടുത്തുകൊണ്ട് പോയി പിന്നെ നിങ്ങൾ പ്രോസസ്സ് ചെയ്യും. അതല്ല നിങ്ങളിപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് മതിയാവും. പക്ഷേ എന്നിരുന്നാൽ തന്നെ ചില പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കണ്ടതുപോലെ ഇലക്ഷൻ കമ്മീഷൻ്റെ കറപ്ഷൻ വരാൻ സാധ്യതയുണ്ട്, ഗവൺമെൻറ്റിൻ്റെ കറപ്ഷൻ വരാൻ സാധ്യതയുണ്ട്, മോണിറ്ററിങ്ങുള്ള അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആണ്. അതൊരിക്കലും വരാൻ പാടില്ല സാധനമാണ്, പക്ഷേ വരാൻ സാധ്യതയുണ്ട് അല്ലേ. നിങ്ങളൊരു ആസ് എ പ്രോഗ്രാമർ ചിന്തിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണ്, പക്ഷേ സാധാരണ നിലയിൽ ഇത് ഉണ്ടാവാത്തതാണ്. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു റൈസ് എൻ എക്സെപ്ഷൻ. അപ്പോൾ ആ എക്സെപ്ഷൻ എന്ത് ചെയ്യണം, ആ എക്സെപ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ECA ഹാൻഡിൽ ചെയ്യണം. അവർ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. അതല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അങ്ങനെയെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം, ഫയലിംഗ് കേസ് അഗേൻസ്റ്റ് ഗവൺമെൻറ് കറപ്ഷന് വേണ്ടി അഗെയിൻസ്റ്റ് ആയിട്ട് ഫയൽ കേസ് ചെയ്യേണ്ടി വരും. മോണിറ്ററിംഗ് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മോണിറ്ററിംഗ് സൊല്യൂഷൻസ് കൂടുതൽ ക്യാമറാസ്, സെക്യൂരിറ്റി ക്യാമറാസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, സ്ട്രെങ്തൻ ചെയ്യണം. അപ്പം ഇങ്ങനെ എക്സെപ്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ, ഓരോ എക്സെപ്ഷൻ വരുവാണെങ്കിൽ, ഇപ്പോൾ ECA കറപ്റ്റ് ആയതിന് നമുക്ക് മോണിറ്ററിംഗ് സൊല്യൂഷൻ കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ മോണിറ്ററിംഗ് സൊല്യൂഷന് പ്രശ്നമില്ല, മറ്റുള്ള ഗവൺമെൻറ് സൈഡിലാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ എവിടെയാണ് മോണിറ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സെപ്ഷണൽ കേസ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം അതിനെ ഹാൻഡിൽ ചെയ്യുക. റാദർ എങ്ങനെയാണ് അതിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസ് എപ്പോഴാണ് റൈസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇഫ് യൂസ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യു മിസ് ദി ചാൻസ് ടു ടേക്ക് സ്പെസിഫിക് കറക്റ്റീവ് ആക്ഷൻസ്. അതായത് എവിടെയാണ് പ്രശ്നം വന്നതെന്ന് അറിയാൻ പറ്റത്തില്ല, അതിനനുസരിച്ച് നിങ്ങൾക്ക് മെഷർ എടുക്കാൻ പറ്റത്തില്ല. അപ്പം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. അപ്പം റിയൽ കോഡിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ആസ് എ ഡെവലപ്പർ പ്രൊഡക്ഷനിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ദൻ ജനറിക് ആവുന്നതിന് മുമ്പ് സ്പെസിഫിക് ആവുക. എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, ടോപ്പ് ലെവൽ എല്ലാ ഇതിനകത്ത് ലോഗ് ചെയ്യാതെ എന്താണെന്ന് ഓൾ ഇൻ വൺ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞത് എപ്പോഴാണ് ഉപയോഗപ്പെടുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് എന്താണ് എക്സാക്റ്റ് എറർ ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജനറിക് ആക്കുക. അതുപോലെ നിങ്ങൾക്ക് എല്ലാം ലോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ലോഗ് മെസ്സേജ് മാത്രം എടുക്കാം. യു വാണ്ട് ടു കണ്ടിന്യൂ പ്രോസസ് എന്ന് വെച്ചാൽ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു എല്ലാ എറേഴ്സിനെയും കൊണ്ടുവന്നൊരു എക്സെപ്ഷനിലേക്ക് ഇട്ടുകൊണ്ട് ബാക്കിയുള്ള എല്ലാം സ്കിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പക്ഷേ പ്രൊഡക്ഷനിൽ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ സ്പെസിഫിക് എക്സെപ്ഷൻസ് മാത്രം ഹാൻഡിൽ ചെയ്യുക സെപ്പറേറ്റ് ആയിട്ട്. അതുകൊണ്ട് എന്താ, നിങ്ങൾക്ക് ഫൈൻ ഗ്രെയിൻ കൺട്രോൾ ആവും. നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാവും, നിങ്ങൾക്ക് റൂട്ട് കോസ് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ ഈ പറഞ്ഞ എക്സെപ്ഷൻസ് എല്ലാം കൂടെ ചേർത്തിട്ട്, ഇപ്പോൾ ഇവിടെ ഇത്രയും എക്സെപ്ഷൻസ്, ഇപ്പം നമുക്ക് വേണമെങ്കിൽ റൺ ചെയ്ത് നോക്കാം. ഇലക്ഷൻസ് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുകയാണ്.
അപ്പോൾ എന്താണ് കണ്ടക്ടിങ് ഇലക്ഷൻ നമ്മൾ ആദ്യം പറഞ്ഞ നമ്മൾ കണ്ടക്ടിങ് ഇലക്ഷൻസ് നടത്തുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, സക്സസ്ഫുൾ ഇലക്ഷനാണ്, ക്ലീൻ ആണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, പ്രോസസ്സ് റീഫോം ചെയ്യും, അടുത്ത അപ്ഗ്രേഡേഷൻ കൊണ്ടുവരും, അടുത്ത എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തും. പക്ഷെ അതല്ല, നമ്മൾ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, എക്സെപ്ഷൻസ് റൈസ് ചെയ്യാം. നമ്മളൊരു കാര്യം കണ്ടു, അപ്പോൾ കണ്ടപ്പോൾ നമ്മൾ പറയുകയാണ് ഓക്കെ ഇവിടെ ഒരു മോണിറ്ററിങ് സൊല്യൂഷൻ്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് എക്സെപ്ഷൻസ് റൈസ് ചെയ്യാം. അതിനുള്ള കീവേഡാണ് റൈസ് എന്ന് പറഞ്ഞാൽ കീവേഡ്. അതിനുശേഷം നെയിം ഓഫ് ദി എറർ, എന്താണോ എറർ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എറർ എന്ന് പറഞ്ഞത് മോണിറ്ററിങ് സൊല്യൂഷൻസിൻ്റെ എററാണ്, മോണിറ്ററിങ് എററാണ്. അപ്പോൾ നമ്മൾ പറയാം എന്താണ് നിങ്ങളുടെ കസ്റ്റം മെസ്സേജ്, എന്താണ് നിങ്ങൾക്ക് അതിന് ഡിസ്പ്ലേ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം, ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് അതിൻ്റെ ഒരു കോട്ട് സ്ട്രിങ്ങിഫൈ ചെയ്യാം. മോണിറ്ററിങ് സൊല്യൂഷൻസ്, മോണിറ്ററിങ് ക്യാമറാസ് മിസ്സിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കണ്ടക്ട് ഇലക്ഷൻ ചെയ്തു. അപ്പോൾ ഇലക്ഷൻ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞത് പ്രശ്നം നോക്കണം എന്ന് പറഞ്ഞപ്പം പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തായി, നമുക്ക് ഇവിടെ ഒരു മോണിറ്ററിങ് എറർ ഉണ്ട്. അപ്പോൾ കാരണം മോണിറ്ററിങ് എററാണ് നമ്മൾ റൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഹാൻഡിൽ മോണിറ്ററിങ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റൺ ചെയ്യും. അപ്പോൾ ഹാൻഡിൽ മോണിറ്ററിങ് എന്താണ്, സ്ട്രെങ്തനിങ് ദ മോണിറ്ററിങ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കാണണം. അപ്പോൾ എന്താ സ്ട്രെങ്തനിങ് മോണിറ്ററിങ് കാണുന്നതെന്ന് വെച്ചാൽ ഫ്ലോ ബോയ് എങ്ങനെയാണ്, ട്രൈ നോക്കിയപ്പോൾ അവിടെ പറഞ്ഞു ഒരു പ്രശ്നമുണ്ട്, കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു മോണിറ്ററിങ് ഇഷ്യൂ വന്നു. ആ മോണിറ്ററിങ് ഇഷ്യൂ വന്നപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താ, എക്സെപ്ഷൻ ബ്ലോക്ക് ഉണ്ട് മോണിറ്ററിങ് എററിന് വേണ്ടി മാത്രമുള്ളത്. അപ്പം പറയാണ് മോണിറ്ററിങ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, അവരോട് പറയാം. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. അപ്പോൾ അതുമല്ല, നമ്മളിപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയാണ് നമുക്കിപ്പോൾ ഈസിയായി ഇലക്ഷൻ കമ്മീഷൻ ഓഫീസർ നമ്മളുടെ കറപ്റ്റായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് റേസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, ഈസിയായി കറപ്ഷൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ മോണിറ്ററിങ്ങിൽ വലിയ പ്രശ്നമില്ല, മോണിറ്ററിങ് റൺ ചെയ്തിട്ടില്ല. സോ ഇറ്റ് ഈസ് ഡൂയിങ് സെപ്പറേറ്റ്ലി എന്ന് വെച്ചാൽ ഫൈൻ ഗ്രൈൻഡ് ആണ്. നിങ്ങൾ എന്താണോ പ്രശ്നം അത് മാത്രം പരിഹരിക്കുക. അതേപോലെ തന്നെ വീണ്ടും ഞാൻ പറയുന്നു, ഗവൺമെൻറ്റിൻ്റെ കറപ്ഷൻ ആണെങ്കിൽ വി ആർ റൈസിങ് ദാറ്റ് എക്സെപ്ഷൻ സെപ്പറേറ്റ്ലി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്ത് ചെയ്തു, ഗവൺമെൻറ്റിനെതിരെ ഒരു കേസ് എടുക്കുന്നു. അതിനുശേഷം ലാസ്റ്റ് എപ്പോഴും എന്ത് ചെയ്തു, റീഫോമിങ് പ്രോസസ് ഓൾവേസ് റൺസ് എന്ന് വെച്ചാൽ എന്താണ്, എപ്പോൾ വന്നിരുന്നാലും നമ്മൾ വീണ്ടും നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് എന്ത് വന്നാലും. കാരണം എപ്പോഴും അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും വേണ്ടൊരു സാധനമാണ്. അപ്പോൾ ഫൈനലി ബ്ലോക്സ് ഓൾവേസ് റൺസ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഇഫ് ഇറ്റ് ഹാസ് ആൻ എക്സെപ്ഷൻ ഓർ നോട്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ എൽസ് ബ്ലോക്ക് റൺ ചെയ്തില്ല. കാരണം ട്രൈ ബ്ലോക്ക് സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രമാണ് എൽസ് ബ്ലോക്കിന് പ്രാധാന്യമുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് റൺ. അപ്പോൾ ഇതാണ് റൈസിങ് എക്സെപ്ഷൻ. അപ്പോൾ നമ്മൾ എപ്പോൾ എക്സെപ്ഷൻ റൈസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആസ് എ ഡെവലപ്പർ നിങ്ങളെപ്പോഴും എറേഴ്സിനെ പിടിക്കൽ മാത്രമല്ല, സംടൈംസ് യു നീഡ് ടു റൈസ് എക്സെപ്ഷൻസ്. അതായത് നിങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ജസ്റ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആളൊന്നുമല്ല, നിങ്ങൾക്കും പറയാം ഇവിടെ പ്രശ്നമുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ എക്സെപ്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ എപ്പോൾ എക്സെപ്ഷൻ റൈസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻപുട്ട് വാലിഡേഷൻ, അതായത് ബാഡ് ഡാറ്റ യൂസർ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സെപ്ഷൻ റൈസ് ചെയ്യാം. ഇങ്ങനെ ഒരു കണ്ടീഷൻ, നിങ്ങൾക്ക് ഫംഗ്ഷനാലിറ്റി ഉണ്ട്, ആ ഫംഗ്ഷനാലിറ്റിയുടെ ഏജ് <0 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് പറ്റില്ല കേട്ടോ. അത് പൈത്തൺ ചെയ്തോളും. എന്നിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരു കസ്റ്റം മെസ്സേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈസ് ദ എറർ ബൈ യൂസിങ് ദ റൈസ് കീവേഡ്. അതേപോലെ തന്നെ ഇൻവാലിഡ് സ്റ്റേറ്റ് ഓർ ലോജിക് വയലേഷൻ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ വോട്ട് കൗണ്ടഡ് ഈസ് മോർ ദാൻ ദി ടോട്ടൽ വോട്ടേഴ്സ്, അതാണ് ഇപ്പോൾ സിറ്റുവേഷൻ. എന്നുവെച്ചാൽ ജനങ്ങളെക്കാട്ടിലും കൂടുതൽ വോട്ട് വന്നു, എന്നുവെച്ചാൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വോട്ടൊക്കെ വന്നിട്ട് ഇപ്പോൾ 1 ലക്ഷം വോട്ടൊക്കെ കയറിയില്ലേ. അപ്പോൾ അതൊരു കറപ്ഷനാണ്. അങ്ങനെ വരുമെന്നുണ്ടെങ്കിൽ ഇത് റൺടൈം എററാണ്, അല്ലെങ്കിൽ കറപ്ഷൻ എററാണ്. അപ്പോൾ ഇൻവാലിഡ് ഇലക്ഷൻ ഡേറ്റ ആണ്, മോഡ് എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആണ്. സോ യു ക്യാൻ റൈസ് എൻ എക്സെപ്ഷൻ ദേ. അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് മെത്തേഡ്സും നോട്ട് ഇംപ്ലിമെൻറ്റഡ്. നമ്മൾ പഠിച്ചില്ലായിരുന്നു, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ടാക്കിയപ്പം റീൽ പോസ്റ്റ് അതിനകത്ത് വന്നപ്പോൾ നമ്മൾ അന്നൊരു എക്സെപ്ഷൻ റൈസ് ചെയ്തായിരുന്നു, നോട്ട് ഇംപ്ലിമെൻറ്റഡ് എറർ എന്ന് വെച്ചിട്ട്. നിങ്ങളത് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അത് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ, ഈ എറർ എന്ന് പറഞ്ഞാൽ സാധാരണ എന്തെങ്കിലും ഒരു സാധനം ചെയ്തിട്ടില്ലെങ്കിൽ വി ക്യാൻ ജസ്റ്റ് പാസ് ചെയ്യുന്നതിന് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എറർ ഇട്ടിട്ട് നമ്മൾ പറയും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തോളാം. പക്ഷേ അത് നമുക്കിത് ഫിക്സ് ചെയ്തു. എങ്ങനെയാണെന്ന് വെച്ചാൽ അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫിക്സ് ചെയ്തു. പക്ഷേ എന്നിരുന്നാൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ യു ക്യാൻ യൂസ് ദി എക്സെപ്ഷൻ നോട്ട് ഇംപ്ലിമെൻറ്റഡ് എറർ. 4ാമത്തെ കേസ്, റാപ്പിംഗ് ലോ ലെവൽ എറർസ് വിത്ത് കോൺടെക്സ്റ്റ്. അതായത് സംടൈംസ് യു ക്യാച്ച് വൺ എറർ ആൻഡ് റൈസ് അനദർ വൺ വിത്ത് മീനിങ്ഫുൾ ഇൻഫർമേഷൻ. അതായത് നമുക്കൊരു DB ഇഷ്യൂ വന്നു. അപ്പോൾ നമുക്കറിയാം കണക്ഷൻ എറർ ആണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് കണക്ഷൻ എറർ ഡെവലപ്പർക്ക് യൂസർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം പറയുകയാണ് ഓക്കെ നമ്മൾ റൺ ടൈം എററാണത്. എന്നുവെച്ചാൽ ഒരു എറർ കിട്ടി, പക്ഷേ ആ എററിനെ നമ്മൾ മറച്ചു വെച്ചിട്ട് മറ്റൊരു എറർ നമ്മൾ യൂസർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്.
ദിസ് ഈസ് എ കണക്ഷൻ ടു ഡേറ്റാബേസ് കണക്ഷൻ എററാണ് എന്ന് പറഞ്ഞു കൊടുക്കാം. എന്ന് വെച്ചാൽ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ എക്സെപ്ഷൻ എന്താണോ കൃത്യമായിട്ട് വന്ന എക്സെപ്ഷൻ, ആ എക്സെപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. പിന്നെ കസ്റ്റം ഡൊമൈൻ റൂൾസ് ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഇത് വരുമ്പോൾ നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, എറർസ് ഉണ്ടാക്കേണ്ടി വരും. ആ എറർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, കസ്റ്റം എക്സെപ്ഷൻസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ആ കസ്റ്റം എക്സെപ്ഷൻ നമുക്ക് എന്ത് ചെയ്യും, റൈസ് ചെയ്യാം. അത് നമ്മളിപ്പോൾ ചെയ്തു. ഇപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ കസ്റ്റം എക്സെപ്ഷൻ ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത്. ഇങ്ങനൊരു സാധനമൊന്നും പൈത്തൺ ഇല്ലാത്ത സാധനം നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. സോ ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ. അവർ കീ ടേക്ക് എന്ന് പറഞ്ഞാൽ റൈസ് എക്സെപ്ഷൻസ് വെൻ യു വാണ്ട് ടു സിഗ്നൽ ആൻ എറർ കണ്ടീഷൻ ക്ലിയർലി. എന്താണ് എറർ ഉണ്ടാകാനുള്ള കാരണമെന്ന് കൃത്യമായിട്ടുള്ള കണ്ടീഷൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സിഗ്നൽ ചെയ്യാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, കോളർ അത് ഇഷ്യൂ ഹാൻഡിൽ ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അയാൾ ഇനി ആലോചിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ എറർ വന്നെന്ന് പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾ തന്നെ കൃത്യമായിട്ട് സ്റ്റോപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് എറർ വന്നെന്നുള്ളത്, ട്രേസ് ബാക്ക് ചെയ്യുന്നതിന് ശേഷം പകരമായിട്ട്. അതേപോലെ തന്നെ ഡോണ്ട് ട്രേസ് എക്സെപ്ഷൻസ് ഫോർ നോർമൽ കൺട്രോൾ ഫ്ലോ. അതായത് നിങ്ങളുടെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. സാധാരണ ഉള്ള കാര്യങ്ങൾ, എക്സെപ്ഷൻസ് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിലേക്കും അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിൽ നിങ്ങളായിരിക്കും എപ്പോഴും എക്സെപ്ഷൻസിലേക്ക് മാത്രം പോവുക. ഇനി അടുത്ത് നമുക്ക് എങ്ങനെ കസ്റ്റം എക്സെപ്ഷൻസ് നേരത്തെ ഉണ്ടാക്കിയതുപോലെ ഈ പറഞ്ഞ എങ്ങനെയാണ് കസ്റ്റം എക്സെപ്ഷൻസ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതെപ്പോൾ ഉണ്ടാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൊമൈൻ സ്പെസിഫിക് ആയിട്ട്, അതായത് നിങ്ങളൊരു മൊഡ്യൂൾ ഉണ്ടാക്കുകയാണ്. ആ മൊഡ്യൂൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല, റിക്വസ്റ്റ് എന്ന മൊഡ്യൂളുണ്ട്, SQLite ഉണ്ട്. ആ മൊഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മൊഡ്യൂൾ സ്പെസിഫിക് എറേഴ്സ് ഉണ്ടാവും. നമുക്കത് കാണാം. അത് പൈത്തൺ മനസ്സിലാവണമെന്നില്ല, ആ മൊഡ്യൂളിൻ്റെ സ്പെസിഫിക് ആയിരിക്കും, പ്രോജക്റ്റ് സ്പെസിഫിക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനൊരു ബിസിനസ് ലോജിക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കേ അറിയത്തുള്ളൂ എന്താണ് എറർ എന്നുള്ളത്. അപ്പോൾ പൈത്തൺ പറയണം നിങ്ങൾക്ക് നിങ്ങളുടേതായ എറർ ഉണ്ടാക്കിയെടുക്കാം. സോ യു ക്യാൻ ക്രിയേറ്റ് എ കസ്റ്റം ഓൺ എന്ന് വെച്ചാൽ ഫ്രോഡ് ഡിറ്റക്ഷൻസ്, അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ DB കണക്ഷൻ എററൊക്കെ എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസിൻ്റെ കസ്റ്റം എറേഴ്സാണ്. അതുമല്ല നിങ്ങൾക്ക് റീഡബിലിറ്റി ആൻഡ് മെയിൻറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യാം യൂസിങ് കസ്റ്റം ടെൽസ് എനിവൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കസ്റ്റം മെസ്സേജ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഇതുകൊണ്ടാണ് നിങ്ങളുടെ പ്രോഗ്രാം ക്രാഷ് ചെയ്യുന്നുള്ളത്. സെപ്പറേറ്റ് ഡിഫറെൻറ്റ് എറേഴ്സ് ടൈപ്പ് ക്ലീൻലി. സോ ഒരുപാട് എറേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെലവൻ്റ് ഉള്ള മാത്രം ക്യാച്ച് ചെയ്തതിന് ശേഷം യൂസർക്ക് പറഞ്ഞെടുക്കാം. ഒരുപാട് ഇങ്ങനെ ട്രേസ് ബാക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും യൂസറിനെ ബുദ്ധിമുട്ടിക്കാട്ടും നല്ലത് നിങ്ങൾ കൃത്യമായിട്ട് എടുത്തിട്ട് ഏതാണ് റെലവൻ്റ് അത് മാത്രം പറഞ്ഞു കൊടുക്കുക, അല്ല എല്ലാം കൂടെ എടുക്കണ്ട. അപ്പോൾ അതിൻ്റെ കസ്റ്റം എക്സെപ്ഷൻസിൻ്റെ സിൻടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹൈറാർക്കീസാണ്. അതായത് എക്സെപ്ഷൻ ഹൈറാർക്കി ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം എക്സെപ്ഷൻസ് എങ്ങനെയാണ്. അതായത് നമുക്കറിയാം പ്രോഗ്രാമിൽ ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻസ് ഒക്കെ വരുന്നതിനൊരു വഴിയുണ്ട്. അപ്പം ഇതിനൊരു ഹൈറാർക്കി ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പൈത്തണിലെ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ എക്സെപ്ഷൻസിൻ്റെയും പാരൻ്റ് എന്ന് പറഞ്ഞത് ബേസ് എക്സെപ്ഷനാണ്. ബേസ് എക്സെപ്ഷൻസിൽ നിന്ന് ഉണ്ടായെടുത്ത ചൈൽഡാണ് എക്സെപ്ഷൻസ്. നമ്മൾ ഇൻഹെറിറ്റൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കും ഇത് പാരൻറ്റും ഇത് ചൈൽഡുമാണ്. അപ്പോൾ നമുക്ക് സാധാരണ ബേസ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഉപയോഗിക്കേണ്ടി വരത്തില്ല. അതെന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം എറേഴ്സ് അല്ല, അത് സിസ്റ്റം എറേഴ്സാണ്. എന്ന് വെച്ചാൽ സിസ്റ്റം എക്സിറ്റ് പറഞ്ഞ കീബോർഡ് യൂസർ കീബോർഡ് ഇൻറ്ററപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ വേറെ എന്തെങ്കിലും ജനറേറ്റർ എക്സിറ്റ് ഇപ്പോൾ ഈൽഡ് പോലുള്ള ജനറേറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിനകത്തൊരു എക്സെപ്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സിസ്റ്റം ജനറേറ്റ് എന്ന് വെച്ചാൽ പൈത്തൻ്റെ പ്രശ്നമാണ് അതൊക്കെ. അപ്പോൾ ആ പൈത്തൻ്റെ പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ അത് ബേസ് എക്സെപ്ഷനിൽ നിന്ന് മാത്രം ഒറിജിനേറ്റ് ചെയ്തുണ്ടാകും. നിങ്ങൾക്ക് കസ്റ്റം എക്സെപ്ഷൻസ് ഉണ്ടാക്കണമെങ്കിൽ പൈത്തൺ മറ്റൊരു ക്ലാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എക്സെപ്ഷൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞത് സോളിഡ് പ്രിൻസിപ്പിൾസ് പ്രയോജനപ്പെടുന്ന ഗുണങ്ങളാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബേസ് എക്സെപ്ഷൻ ഒരിക്കലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് എപ്പോഴും ചെയ്യേണ്ടത് എക്സെപ്ഷന് മാത്രം ഒരു ചൈൽഡിന് ഉണ്ടാക്കിയാൽ മതി. അതിൽ നിന്ന് വരുന്നതാണ് ഈ അരിത്മാറ്റിക്, സീറോ ഡിവിഷൻ എറർ, സിൻറ്റാക്സ് എറർ, അങ്ങനെയുള്ള ബാക്കിയുള്ള എറേഴ്സ് എല്ലാം വരുന്ന എക്സെപ്ഷനിൽ നിന്നാണ്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഞാൻ പറയുകയാണ്, അപ്പോൾ ഞാനിവിടെ ഇതിനെക്കാട്ടും നല്ലത് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ എറേഴ്സ് ഉണ്ടാക്കി നമുക്ക് നോക്കാം. പ്രിൻറ്റ് ഞാൻ പറഞ്ഞു ബേസ് എക്സെപ്ഷൻ ആണ് നമ്മളുടെ എല്ലാത്തിൻ്റെയും പേരൻ്റ് എന്ന് പറഞ്ഞു. ബേസ് എക്സെപ്ഷൻ നമുക്കറിയാം, MRO എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആരാണ് അതിൻ്റെ പേരൻ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട ബേസ് എക്സെപ്ഷൻ അത് കഴിഞ്ഞിട്ട് വന്നേക്കുന്നത് ഒബ്ജക്റ്റാണ്. എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിൽ നിന്നാണ് ബേസ് എക്സെപ്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നോക്കാം, .MRO. MRO ഉണ്ടോ എക്സെപ്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തെന്ന് നോക്കാം. എക്സെപ്ഷൻ എന്ന് വെച്ചാൽ ബേസ് എക്സെപ്ഷൻ എന്നാണ് അതിൻ്റെ പേരൻ്റാണ്, അതിൽ നിന്നാണ് പിന്നെ ഒബ്ജക്റ്റ് ബേസ് എക്സെപ്ഷൻ, പിന്നീടാണ് എക്സെപ്ഷൻ വരുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സിൻറ്റാക്സ് എറർ എവിടെയാണെന്ന് നോക്കാം.
സിൻടാക്സ് എറർ. സിൻടാക്സ് എറർ വന്നിരിക്കുന്നത് എക്സെപ്ഷനിൽ നിന്നാണ്, അത് ബേസ് എക്സെപ്ഷനിൽ നിന്നാണ്, ഒബ്ജക്റ്റിൽ നിന്നാണ്. അപ്പം നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും നമ്മളുടെ കസ്റ്റം എക്സെപ്ഷൻസ് ആണെങ്കിൽ അതിൻ്റെ പേരൻ്റ് എപ്പോഴും എക്സെപ്ഷൻ ആയിരിക്കും. ബേസ് എക്സെപ്ഷനിൽ നിങ്ങൾ ഒരിക്കലും ഒരു കസ്റ്റം എക്സെപ്ഷൻ ഉണ്ടാക്കേണ്ടി വരത്തില്ല, കാരണം അതെല്ലാം സിസ്റ്റം പ്രോസസ്സാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ സബ് ക്ലാസ്സസ്, അതായത് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബേസ് എക്സെപ്ഷൻ്റെ സബ് ക്ലാസ്സസ് എങ്ങനെ പിടിക്കാൻ നോക്കാം. അപ്പം നെയിം ഓഫ് ദി ക്ലാസ് ഡോട്ട് ഒരു സ്പെഷ്യൽ മെത്തേഡുണ്ട്, സബ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. സബ് ക്ലാസസ് എന്നാണോ? അപ്പോൾ അതൊരു സ്പെഷ്യൽ മെത്തേഡാണ്, രണ്ട് മെത്തേഡ്സ് ആണ്. അപ്പോൾ അതിനകത്ത് നോക്കാം. ബേസ് എക്സെപ്ഷൻ എന്നാണ്. സബ് ക്ലാസസ്. അപ്പോൾ ഇതിൻ്റെ ബേസ് എക്സെപ്ഷൻ എങ്ങനെ വന്നേക്കുന്നത്? ബേസ് എക്സെപ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ എക്സെപ്ഷൻ ഒരു ഗ്രൂപ്പാണ്. ബേസ് എക്സെപ്ഷൻ്റെയാണ് ഞാൻ പറയുന്നത്. ജനറേറ്റർ എക്സെപ്ഷൻ ഉണ്ട്, കീബോർഡ് ഇൻറ്ററപ്റ്റ് ഉണ്ട്, സിസ്റ്റം എക്സിറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും എക്സെപ്ഷനുള്ളൂ ബേസ് എക്സെപ്ഷൻ്റെ ബേസിൽ വരുന്നത്. എന്നാൽ എക്സെപ്ഷൻ്റെ സബ് ക്ലാസ്സസ് ഏതൊക്കെയെന്ന് നോക്കാം, ചിൽഡ്രൻസ് ഏതൊക്കെയെന്ന് നോക്കാം. അതിനൊരുപാടുണ്ട്. അരിത്മെറ്റിക് എറർ ഉണ്ട്, അസേർഷൻ എറർ ഉണ്ട്, അട്രിബ്യൂട്ട് എറർ ഉണ്ട്, നമ്മൾ കണ്ട നേരത്തെ മെമ്മറി എറർ, റൺ ടൈം എറർ, ടൈപ്പ് എറർ, വാല്യൂ എറർ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ്റെ ചിൽഡ്രൻസ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കസ്റ്റം എക്സെപ്ഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിൻടാക്സ് ഇത്രയേ ഉള്ളൂ. നെയിം ഓഫ് ദി ക്ലാസ്സിന് കീവേഡ് ഉണ്ടാവും, അതുപോലെ തന്നെ നെയിം ഓഫ് ദി എക്സെപ്ഷൻ. നമ്മൾ പറഞ്ഞ ക്ലാസ്സിനെ നെയിം ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം. അതായത് പാസ്കൽ കോഡൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ പറയാണ് കറപ്ഷൻ, ഫ്രോഡ്, എറർ. എപ്പോഴും നിങ്ങൾ അവസാനത്തെ വാക്ക് എറർ കൊണ്ട് നിർത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കും. എറർ എന്നുള്ളത് വാക്കാണ്, എല്ലാത്തിനും മനസ്സിലാവേണ്ട, എല്ലാത്തിനും എററുണ്ട്. അപ്പോൾ എറർ അങ്ങനെ തന്നെ നിർത്തുക, അതായിരിക്കും ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞത്. നെയിം ഓഫ് ദി എറർ, അതിനുശേഷം എന്ത് ചെയ്യണം, എക്സെപ്ഷൻ ആണ് എൻ്റെ പേരൻറ്റ്, സോ വി ആർ ഇൻഹെറിറ്റഡ് ഫ്രം എക്സെപ്ഷൻ. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ് ചെയ്യാം. ഇപ്പോൾ 3 dots ഇട്ട പാസ്സാണ്, അതുപോലെ തന്നെ പാസ് എന്ന് ടൈപ്പ് ചെയ്താലും പാസ്സാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ടാക്കി, കസ്റ്റം എക്സെപ്ഷൻ ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയുകയാണ്, ട്രൈ ബ്ലോക്കിൽ പറയുകയാണ് റൈസ് ആൻ എക്സെപ്ഷൻ. റൈസ് കറപ്റ്റ് ഫ്രോഡ് എന്ന് പറഞ്ഞിട്ട് എക്സെപ്ഷൻ റൈസ് ചെയ്യാൻ പറയുന്നു. അതിനുശേഷം ഞാൻ പറയുന്നു, അതിനകത്തൊരു കസ്റ്റം മെസ്സേജ് കൊടുക്കുന്നു, ദിസ് ഇലക്ഷൻ ഈസ് കറപ്റ്റഡ്. അപ്പോൾ ഞാൻ പറയുന്നു എക്സെപ്റ്റ് ആണെങ്കിൽ, എക്സെപ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പറഞ്ഞ ഫ്രോഡാണ് എക്സെപ്ഷൻ എങ്കിൽ ആസ് ഞാൻ പറയുന്നത് അതിനെ ഏരിയാസിലേക്ക് ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. പ്രിൻറ്റ് ദിസ് ഇലക്ഷൻ ഈസ് ഫ്രോഡ്. അതിനുശേഷം ഞാൻ പറയുകയാണ് മെസ്സേജ് എന്താണ്, ആ കിട്ടിയ മെസ്സേജ് എന്താണ്, ആ മെസ്സേജ് ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം അപ്പം ഞാൻ എക്സെപ്ഷൻ റൈസ് ചെയ്തു, കറപ്റ്റ് എക്സെപ്ഷൻ ഫ്രോഡാണ്. സോ ഇതിലേക്ക് പോകുന്നു. അതിനുശേഷം പറയുന്നത് ദിസ് ഇലക്ഷൻ ഈസ് ഫ്രോഡ്. അതങ്ങനെയാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്തു, എന്താണോ നിങ്ങളുടെ എക്സെപ്ഷൻ തന്ന മെസ്സേജ്, ആ മെസ്സേജ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. സോ ദിസ് ഇലക്ഷൻ ഈസ് കറപ്റ്റഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു എക്സെപ്ഷൻ റൈസ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹൈറാർക്കി നോക്കണം കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഹൈറാർക്കി തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങളൊരു കസ്റ്റം എക്സെപ്ഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ നിന്ന് മാത്രം ഇൻഹെറിറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, ഗ്രേസ്ഫുള്ളി ഷട്ട് ഡൗൺ ചെയ്യുക. കൃത്യമായിട്ട് ആ മെസ്സേജ് എന്താണെന്നുള്ളത് അടുത്ത ബ്ലോക്കുകളിൽ, എൽസ് ബ്ലോക്കിലോ അല്ലെങ്കിൽ എക്സെപ്ഷൻ ബ്ലോക്കിലോ ഫൈനൽ ബ്ലോക്കിലോ നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ SQL DB വെച്ചിട്ടുള്ള ഓപ്പറേഷൻ ഉണ്ട് ലാസ്റ്റത്തെ, അതിനകത്ത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മൊഡ്യൂൾസ് ഒക്കെ വരുമ്പോൾ നമുക്ക് മൊഡ്യൂൾസിനകത്തും ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഫ്രം ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കോഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതില്ല, അതായത് കൺട്രോൾ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ മൊഡ്യൂൾസിലേക്ക് പോകുമായിരുന്നു. പക്ഷേ സംതിങ് ഈസ് റോങ് ഇനി നോക്കിയിട്ട് പറയാം കേട്ടോ. സോ ഇത്രയുള്ള എക്സെപ്ഷൻ ഹാൻഡ്ലിങ്. സോ സേവ് ദ ഡെമോക്രസി, സേവ് ദി കോഡ് ഫ്രം ക്രാഷിങ്. ബാക്കി എന്താണ്? സോ നെക്സ്റ്റ് വൺ ഈസ് മൊഡ്യൂൾസിലേക്ക് നോക്കുമ്പോൾ മൊഡ്യൂൾസിൽ ഇതൊക്കെ കവർ ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഓടിച്ചങ്ങ് പോയത്.
മൊഡ്യൂൾസിൽ വീണ്ടും ഇത് തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഈ പറഞ്ഞ കോഡൊന്നുകൂടെ കാണിച്ചു തരാം. പിന്നെ മൊഡ്യൂൾസ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു റാപ്പപ്പ് ആണ്. അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പൈത്തൺ ഫോർ നമ്പർ ഓഫ് യൂസേഴ്സ്. അപ്പം ഏത് യൂസ് ആണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എല്ലാം കൂടെ നമുക്ക് പറഞ്ഞ ഫ്ലാസ്ക് API എനിക്ക് മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി സെപ്പറേറ്റ് സെഷൻ തന്നെ വേണം. കാരണം എങ്ങനെയാണ് APIയുടെ പ്രോട്ടോകോൾസ്, HTTP പ്രോട്ടോകോൾസിനെ കുറിച്ചൊക്കെ പറയണം. സോ ഇറ്റ് ഈസ് എ വെരി ഹ്യൂജ് ടോപ്പിക്. അത് പഠിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഏത് API സർവീസും ജാങ്കോ ആണെങ്കിലും ലാറാവലാണെങ്കിലും എല്ലാത്തിലും നിങ്ങൾക്ക് അത് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഈസി പീസി ആണ്. നിങ്ങൾക്ക് അതിൻ്റെ കോർ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക, എങ്ങനെയാണ് APIയുടെ ബാക്ക് എൻഡ് വർക്ക് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. സോറി, എനിക്ക് കിട്ടിയട്ടോ. അപ്പോൾ ഇതിൽ എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എറർ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വാല്യൂ എറർ എങ്ങനെയാണ് ക്ലാസ് ഉണ്ടാക്കിയിരിക്കുന്നത് എക്സെപ്ഷനിൽ നിന്നാണ്. സോ 3 dots പാസ്റ്റ്. വേറെ ഡെഫിനേഷൻ ഒന്നും വേണ്ട. കസ്റ്റം എക്സെപ്ഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സെപ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കസ്റ്റം മെസ്സേജ് കൊടുത്താൽ മതി. കീ എറർ അതെല്ലാം ഉണ്ടായിരിക്കുന്ന എക്സെപ്ഷനിൽ നിന്നാണ്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് എറർ അരിത്മെറ്റിക് എററിനകത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അരിത്മെറ്റിക് എറർ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പാരൻ്റ് എക്സെപ്ഷനാണ്. എക്സെപ്ഷനിൽ പിന്നെ അങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വേണമെങ്കിൽ ഈ പറഞ്ഞ എറർ ഒന്ന് നോക്കട്ടെ. ഫ്ലോട്ടിംഗ് പോയിൻ്റ് എറർ. അപ്പോൾ അതിൻ്റെ പാരൻ്റ് ആരാന്ന് നോക്കിയിട്ട് പ്രിൻറ്റ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് എറർ .mro എടുക്കുകയെന്നുണ്ടെങ്കിൽ എന്തത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് എറർ അതിൻ്റെ പാരൻ്റ് അരിത്മെറ്റിക് എററാണ്, അതിൻ്റെ പാരൻ്റ് എക്സെപ്ഷനാണ്, പിന്നെ ബേസ് എക്സെപ്ഷനാണ്, പിന്നെ ഒബ്ജക്റ്റാണ്. സോ ഹൈറാർക്കി കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ കസ്റ്റം എക്സെപ്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ കോഡിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് അടുത്ത മൊഡ്യൂൾ എടുക്കുന്ന സമയത്ത് ആ കസ്റ്റം എക്സെപ്ഷൻ ബേസ്ഡ് ഓൺ മൊഡ്യൂൾസ് എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത് നോക്കാം. ആൻഡ് നമുക്ക് കഴിഞ്ഞിട്ട് റാപ്പ് ചെയ്യാം. ഓക്കെ, അഭിപ്രായം അറിയിക്കാം. താങ്ക് യു വെരി മച്ച്. സീ യു നെക്സ്റ്റ് ടൈം.